ADV ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഞ്ഞളി ജ്വല്ലറി ആൻഡ് ട്രാവൻകൂർ സ്കാനിംഗ് സെന്റർ. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ചന്തമുക്ക് വട്ടമൺ പാലത്തിന് സമീപം മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുമരകത്തേക്ക് വിനോദയാത്ര നടത്തിയതിനെതിരെ വിമർശനമുന്നയിച്ച BJPക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത്. ADV ന്യൂസ് വാർത്താ പരമ്പര. മാലിന്യത്തിൽ മുങ്ങി മലനാട് വിജയം കാണുന്നു. ചണ്ണപ്പെട്ട വനമേഖലയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ്. ADV ന്യൂസ് ഇമ്പാക്ട്. ചണ്ണപ്പെട്ട വനമേഖലയിൽ KSEB ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ വേലിയില്ല. വന്യജീവികൾക്ക് വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. അഞ്ചൽ ടൗൺ സുരക്ഷാ പദ്ധതിയുടെ അവലോകന യോഗം ചേർന്നു. പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അഞ്ചൽ ചന്തമുക്ക് വട്ടമൺ പാലത്തിന് സമീപം മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. വട്ടമൺ തോടിലും സമീപ പ്രദേശങ്ങളിലും മാലിന്യം നിറഞ്ഞതോടെ കിണറുകളിലെ ജലം പോലും മലിനമാവുകയാണ്. മാലിന്യത്തിൽ മുങ്ങി മലനാട് വാർത്താ പരമ്പരയ്ക്ക് വേണ്ടി വിഷ്ണു ഇടുക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഞ്ചൽ ചന്തമുക്ക് വട്ടമൺ പാലത്തിന് സമീപമാണ് രാത്രികാലങ്ങളിലും പകലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മാലിന്യങ്ങൾ ചാക്കിലാക്കി വട്ടമൺ തോടിൽ നിക്ഷേപിക്കാനെത്തിയ ആളെയും വാർത്താസംഘത്തിന് കാണാൻ കഴിഞ്ഞു. മാലിന്യം നിറഞ്ഞ വട്ടമൺ തോടും പരിസര പ്രദേശങ്ങളും ഈച്ചകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യങ്ങൾ അഴുകി മലിനജലത്തോടൊപ്പം ഊഴ്ന്നിറങ്ങി സമീപത്തെ നിരവധി വീടുകളിലെ കിണറുകൾ പോലും മലിനമായി. കിണർ വെള്ളം കുളിക്കാനോ കുടിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സമീപവാസികൾ. മാലിന്യ പ്രശ്നത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം നിക്ഷേപിക്കാനായി എത്തുന്നവരെ പിടികൂടാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ദിവസവും വൈകുന്നേരവും പകലും ഇവിടുന്ന് ഈ വരുന്ന വണ്ടികൾ സ്ലോ ചെയ്തിട്ട് വേസ്റ്റ് ഈ പാലത്തിന് സമീപം ഈ കുഴികളിലും ഇവിടെ പരിസര പ്രദേശങ്ങളിലെല്ലാം പകലും രാത്രിയും കൊണ്ടും നിക്ഷേപിക്കുന്നു. ഈ പരിസരവാസികൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. കിണറ്റിലെ വെള്ളം വരെ മലിനമാകുന്നുണ്ട്. പിന്നെ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ അർച്ചന മുതലാളിയുടെ പുരയിടത്തിൽ അവിടുന്ന് രാത്രി കാലങ്ങളിൽ എന്നും വേസ്റ്റ് കൊണ്ട് തള്ളുന്നത്. ദിവസവും നമ്മൾ കാത്തിരുന്നിട്ട് കിട്ടിയിട്ടില്ല. ദിവസം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കാത്തിരുന്നു, എന്നിട്ട് കിട്ടിയിട്ടില്ല. ഇതിന് പിന്നെ അധികൃതർക്ക് ഒരുപാട് പരാതികൾ ഞങ്ങൾ കൊടുത്തു. അധികൃതർ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ട് ഒരു CC ക്യാമറ ഇവിടെ നിക്ഷേപിക്കണമെന്നാണ് ജനങ്ങളുടെ താല്പര്യം. കിഴക്കൻ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന ADV ന്യൂസിൻ്റെ മാലിന്യത്തിൽ മുങ്ങിയ മലനാട് വാർത്താ പരമ്പര തുടരും. നിങ്ങൾക്കും സമീപ പ്രദേശങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ ADV ന്യൂസിനെ അറിയിക്കാം. ADV ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ വിഷ്ണു ഇടുക്കി. ADV ന്യൂസ് വാർത്താ പരമ്പര. മാലിന്യത്തിൽ മുങ്ങി മലനാട് വിജയം കാണുന്നു. ചണ്ണപ്പെട്ട വനമേഖലയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ്. ADV ന്യൂസ് ഇമ്പാക്ട്. ADV ന്യൂസ് വാർത്താ പരമ്പര മാലിന്യത്തിൽ മുങ്ങി മലനാട് വിജയം കാണുന്നു. കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ഏറ്റെടുത്ത വാർത്താ പരമ്പര വിജയത്തിലേക്ക്. ചണ്ണപ്പെട്ട വനമേഖലയിൽ വ്യാപകമായി ആശുപത്രി മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് വാർത്താ പരമ്പര റിപ്പോർട്ട് ചെയ്തിരുന്നു. ADV ന്യൂസ് വാർത്താ പരമ്പരയെ തുടർന്നാണ് നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് തയ്യാറായത്. വനമേഖലയിൽ മാലിന്യ നിക്ഷേപം തടയാൻ ഗ്രാമപഞ്ചായത്തിൻ്റെയും വനസംരക്ഷണ സമിതി അംഗങ്ങളുടെയും സഹായം തേടുമെന്നും മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P. സുഭാഷ് ADV ന്യൂസിനോട് പറഞ്ഞു. പ്രദേശം എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഭാഗങ്ങളാണ്. വനം വകുപ്പിനെ അവിടെ പ്രത്യേകിച്ച് അഞ്ചൽ റേഞ്ചിൻ്റെ പരിധിയിൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ജനവാസം കഴിഞ്ഞിട്ടുള്ള മേഖലയിൽ ഞങ്ങളുടെ അക്കേഷ്യ മാഞ്ചിയം പ്ലാന്റേഷനും പിന്നെ ഒരു തേക്ക് പ്ലാന്റേഷനും ഒക്കെയാണ് നടക്കുന്നത്. ആ ഭാഗത്ത് മാലിന്യത്തിന് ശല്യമില്ല. എന്തായാലും മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ ഏതെങ്കിലും ലഭിച്ചാൽ
രാത്രികാലത്തും പകൽ സമയത്തും കർശനമായിട്ട് അത് നിരോധിക്കുന്നതിനുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള വനസംരക്ഷണ സമിതി അംഗങ്ങളുടെ സഹായവും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുടെയും സഹായം തേടിക്കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ഇത് കാട്ടിലുള്ള ചെറുമൃഗങ്ങൾക്ക് വരെ ഇത്തരം മാലിന്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സത്വര നടപടി നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്കും ചുറ്റുവട്ടത്തെ മാലിന്യ പ്രശ്നങ്ങൾ ADV ന്യൂസിനെ അറിയിക്കാം. കിഴക്കൻ മേഖലയിലെ മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള മാലിന്യത്തിൽ മുങ്ങി മലനാട് വാർത്താ പരമ്പര ADV ന്യൂസിൽ തുടരും. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുമരകത്തേക്ക് വിനോദയാത്ര നടത്തിയതിനെതിരെ വിമർശനം ഉന്നയിച്ച BJPക്ക് മറുപടിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന S. ലെനീന്ദ്രൻ വിരമിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കുമരകം യാത്രയെ വിമർശിച്ചും യാത്രയുടെ സാമ്പത്തിക സ്രോതസ്സ് വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടും BJP പുനലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വടമൺ ബിജു ADV ന്യൂസിലൂടെ പ്രസ്താവന നടത്തിയിരുന്നു. BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ N. അനിൽകുമാർ, തോയ്ത്തല മോഹനൻ എന്നിവരാണ് രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാതെ അവധി ദിനത്തിലാണ് കുമരകം യാത്ര നടത്തിയതെന്നും ഭരണപ്രതിപക്ഷ അംഗങ്ങളും ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് തുക സ്വരൂപിച്ചാണ് യാത്ര സംഘടിപ്പിച്ചതെന്നും N. അനിൽകുമാർ പറഞ്ഞു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ലെനീന്ദ്രൻ ഈ കഴിഞ്ഞ 30-ാം തീയതി സർവീസിൽ നിന്നും വിരമിച്ചു. ആ വിരമിക്കൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇന്നലെ അഞ്ചലിലെ ചില ചാനലുകളിൽ ഗ്രാമപഞ്ചായത്തിനെതിരെ ഒരു വാർത്ത കാണാനിടയായി. ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചത് ഒരു അവധി ദിവസമാണ്. പഞ്ചായത്തിൻ്റെ പ്രവർത്തനം യാതൊരു കാരണവശാലും തടസ്സപ്പെടരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അവധി ദിവസമാണ് ഞങ്ങൾ പാർട്ടി അറേഞ്ച് ചെയ്തത്. അത് മാത്രവുമല്ല, ഞങ്ങൾ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും പഞ്ചായത്തിലെ ജീവനക്കാരടക്കമുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് ഒരേപോലെ പൈസ ഇട്ട് ഉള്ള പരിപാടിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള 3 വനിതാ മെമ്പർമാർ അസൗകര്യം ഉള്ളതുകൊണ്ട് 3 അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല. അതുകൂടാതെ ഇവിടുത്തെ ബാക്കിയുള്ള മെമ്പർമാരും പല മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങൾ ഒത്താണ് വന്നത്. അതുപോലെ പഞ്ചായത്ത് ജീവനക്കാർ അവരുടെ കുട്ടികളും അവരുടെ വീട്ടിലുള്ള ആളുകളുമായിട്ടാണ് വന്നത്. ഞങ്ങൾ രാവിലെ പോയി ഒരു വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ ഈ പോയ 37 പേരും ഞങ്ങളുടെ പൈസ ഞങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ അത് ഒരു ഈക്വൽ ഷെയറായി ഇട്ടാണ് പോയിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടായാലും നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. ഞങ്ങളൊന്നും അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. ഇതിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകൾ അത് തെളിയിക്കാൻ തയ്യാറാകട്ടെ. സൈനികർ മരിച്ചപ്പോൾ ശവപ്പെട്ടി കുംഭകോണം നടത്തിയവരാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്നും N. അനിൽകുമാർ കൂട്ടിച്ചേർത്തു. പണ്ട് അവർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാശ്മീരിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ സൈനികർ മരിച്ചപ്പോൾ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ശവപ്പെട്ടി കുംഭകോണം നടത്തി കോടികൾ തട്ടിയ വാർത്ത വായിച്ചുള്ളവരാണ്. അവരുടെ അനുയായികളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ നേതാക്കൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് കോൺഗ്രസ് അംഗം തോയ്ത്തല മോഹനൻ പറഞ്ഞു. BJPയുടെ ആരോപണം മാധ്യമത്തിൽ ഞാൻ കാണുകയുണ്ടായി. ഇവരുടെ ആരോപണം കേട്ടാൽ തോന്നുക ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനപ്രതിനിധികൾ ഉല്ലാസയാത്രയ്ക്ക് പോയതെന്ന് തോന്നും. അതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് അഞ്ചൽ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ നാട്ടുകാരൻ കൂടിയാണ്. ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് ഇവിടെ ജോലി തുടങ്ങി അഞ്ചൽ പഞ്ചായത്തിൽ സെക്രട്ടറിയായി വിരമിക്കുന്നു. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു യാത്രയപ്പ് നടത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ശിഷ്ടജീവിതം നയിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം നമുക്കെല്ലാവർക്കും കൂടി, അതായത് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം കൂടി തൊട്ടടുത്ത് രാവിലെ പോയി വൈകിട്ട് വരാൻ കഴിയുന്ന തരത്തിൽ ഒരു യാത്രയ്ക്ക് ഞങ്ങൾ പ്ലാൻ ഇടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ
ബസ് ബുക്ക് ചെയ്യുകയും അത് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത് എല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ച് ഞാനും കൂടി പങ്കെടുത്താണ് അതെല്ലാം തീരുമാനിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു യാത്ര പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും പൈസ ചിലവാക്കി തന്നെയാണ് പോയത്. ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ ചിലവാക്കി പോയത്, അല്ലാതെ ഞങ്ങൾ എവിടെയെങ്കിലും ഷോപ്പിംഗ് നടത്തിയില്ല, എവിടെയെങ്കിലും ഞങ്ങൾ കരിമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ല, കൊട്ടക്കണക്കിന് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പോയി ആഹാരം കഴിച്ചു, ബസ്സിൽ വന്നു, തിരിച്ചു വന്നു, കുമരകത്ത് പോയി കണ്ടു, കേട്ടു, പോന്നു. ഇതാണ് ഉണ്ടായത്. ഇതിലെവിടെയാണ് അഴിമതി നടക്കുന്നത്? ഇതിലെവിടെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് അഴിമതി നടത്തി അത് ദൂർത്തടിക്കുന്നത്? ഞങ്ങൾ ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ ഒരാഴ്ച ഞങ്ങൾ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ ഇനി കാശ്മീരിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നെങ്കിൽ, ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നെങ്കിൽ അതൊരു അഴിമതിയായിട്ട് എടുക്കാമായിരുന്നു. ഞങ്ങൾ രാവിലെ പോയി വീട്ടിലൊക്കെ ചോദിക്കാനും പറയാനും ആളുകളുള്ള പിന്നെ സ്ത്രീകളടക്കമുള്ള അവരുടെ മക്കളടക്കമുള്ള ആളുകളാണ് പോയത്. എന്നിട്ട് ഇതിനകത്ത് അഴിമതിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. BJPയുടെ നേതാക്കന്മാരെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അവർ കുറച്ചുകൂടി ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, അവർ പണ്ട് ഇവിടെ ഒരു പഞ്ചായത്ത് പോലും ഭരിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അവർ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, അതിൻ്റെ പ്രവർത്തകരാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. അവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അന്വേഷിക്കുകയും ഉത്തരവാദിത്തപരമായി അത് ഉന്നയിക്കുകയും വേണം. കാടടച്ച് വെടിവെക്കുകയല്ല വേണ്ടുന്നത്. ഇതിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് യഥേഷ്ടം പൈസ ചിലവാക്കി തന്നെയാണ് പോയത്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വർഷങ്ങൾ പിന്നിട്ടിട്ടും തകർന്നു തന്നെ കിടക്കുകയാണ് ഏറം തോയിത്തല റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏറം തോയിത്തല റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. ഏറം തോയിത്തല റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ടാർ ഇളകി മാറി മെറ്റൽ നിരന്ന നിലയിലാണ് ഇപ്പോഴീ പാത. റോഡിലൂടെയുള്ള വാഹനയാത്ര അപകടം നിറഞ്ഞതാണ്. ദിവസങ്ങൾക്ക് മുൻപ് തകർന്ന റോഡിലെ ഗട്ടറിൽ ഇരുചക്രവാഹനം വീഴുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഓട്ടോറിക്ഷകൾ അടക്കം ഇതുവഴി വരാൻ മടിക്കുകയാണെന്നും പ്രദേശവാസികൾ ADV ന്യൂസിനോട് സൂചിപ്പിച്ചു. പിള്ളേർ ഓഫീസിൽ പോകാനൊക്കെ സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ പോകാനൊക്കെ ഭയങ്കര വിഷമമാണ്. മഴയും കൂടെ ആയാൽ പിന്നെ പറയണ്ട. പിന്നെ ഇവിടെ അടുത്തുള്ള ഞങ്ങളൊക്കെ അവിടെ നിന്ന് എന്നും കല്ല് പറക്കി മാറ്റുക. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾ ഒളിച്ചു കളിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. 15 വർഷം കൊണ്ട് ഈ റോഡിൻ്റെ ഒരു പരിപാടി ഇതുവരെ നടത്തിയിട്ടില്ല. 5 വണ്ടി 40 രൂപയുടെ ഓട്ടമുള്ള ഒരു ആട്ടോയ്ക്ക് ഇവിടെ വരണോ ഇപ്പോൾ 80 രൂപ കൊടുക്കണം. അതും എല്ലാവരും വരത്തില്ല. 5 മണി കഴിഞ്ഞാൽ പിന്നെ അഞ്ചലോട്ടോ ഏറത്തോട്ടോ എങ്ങോട്ട് പോകാനും യാതൊരു നിർവാഹവും ഇല്ല. 2 മെമ്പർമാർ വ്യവഹരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അവരും കൂടെ പറയുമ്പോൾ അവർ ഇവിടെ ഒന്നും ചെയ്യത്തില്ല, ബൈപ്പാസ് റോഡുകളെല്ലാം പോയി റിപ്പയർ ചെയ്ത് കൊടുക്കും. അല്ല, ഈ റോഡിനെ പറ്റി ആ മെമ്പർമാർക്ക് യാതൊരു വിചാരവും ഇല്ല. റോഡിനെ പറ്റി ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. ഇപ്പോൾ ശരിയാവും എന്ന് പറയത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിലെ നമ്മൾ സാധാരണ നമുക്കൊരു പരാതി ഒരു റോഡിനെ കുറിച്ച് വന്നാൽ നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരോ അതിനകത്തുള്ള അധികാരികളോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അവരോട് പറഞ്ഞിട്ട് അവർ പറയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല, വേറൊരാളാണ് നിങ്ങളുടെ മെമ്പർ. അപ്പോൾ അയാൾ പറയുന്നത് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പൈസ അനുവദിച്ചിട്ടുണ്ട്, ഇന്നാവും നാളെ ആവും. ഇത് തന്നെ ഇലക്ഷന് വന്ന വോട്ട് പിടിക്കാമെന്നവരോടും ഞങ്ങൾ ഈ റോഡിനെ ദയനീയാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ശരിയാക്കി തരാം. ഇവിടുന്ന് ഇതുവരെ ഈ റോഡിനെ കുറിച്ച് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ADV ന്യൂസ്, അഞ്ചൽ. അഞ്ചൽ ടൗൺ സുരക്ഷാ പദ്ധതിയുടെ അവലോകന യോഗം ചേർന്നു. പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ടൗൺ സുരക്ഷാ പദ്ധതിയുടെ അവലോകന യോഗം അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നടന്നു. അഞ്ചൽ പട്ടണത്തിലെ ഗതാഗത പരിഷ്കാരം, സുരക്ഷ, പാർക്കിംഗ്, മാലിന്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യാനാണ് അവലോകന യോഗം ചേർന്നത്. പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. ക്രമീകരണങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴായി പലതരത്തിൽ യോഗങ്ങൾ നമ്മൾ ചേർന്നിട്ടുണ്ട്. ആ യോഗങ്ങളിലെല്ലാം വളരെ സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുമുണ്ട്. എന്നാൽ ആ നിർദ്ദേശങ്ങൾ ഒന്നുമേ നടപ്പിലായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും പൊതുവിൽ ആ നിർദ്ദേശങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര വിജയം ആ കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ പോലീസ് മറ്റുദ്യോഗസ്ഥന്മാരുടെയോ ഒക്കെ വീഴ്ചയാണ് എന്നൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ വീഴ്ചയാണെന്നോ എന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നടപ്പിലാക്കാൻ കഴിയാവുന്ന തീരുമാനങ്ങൾ മാത്രം നമ്മൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നടപ്പിലാക്കുകയും ചെയ്യുക.
അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ KB മനോജ് സ്വാഗതം പറഞ്ഞു. അഞ്ചൽ സബ് ഇൻസ്പെക്ടർ CK മനോജ് പദ്ധതി വിശദീകരണം നടത്തി. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G പ്രമോദ്, സുജാ ചന്ദ്രബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരിജ തമ്പി, തോയ്ത്തല മോഹനൻ, സക്കീർ ഹുസൈൻ, അഖിൽ രാധാകൃഷ്ണൻ, സീന, ജെറോസ്ലാൽ, N അനിൽകുമാർ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V അനൂപ് കുമാർ തുടങ്ങി നിരവധി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരിടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, ഡോക്ടർ ദേവദാസ് ഹോസ്പിറ്റൽ റോഡ്, അഞ്ചൽ. അഞ്ചൽ പട്ടണത്തിൽ ആദ്യമായി ഡ്രൈ കെമിസ്ട്രി മെത്തേഡിൽ 100% കൃത്യതയാർന്ന റിപ്പോർട്ട്. 10 വർഷത്തിലധികം പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാർ. എല്ലാ ലബോറട്ടറി ടെസ്റ്റുകളുടെ റിസൾട്ടുകളും അന്ന് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നു. തൈറോയ്ഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ 3 മണിക്കൂറിനുള്ളിൽ. റിസൾട്ടിനായി കാത്തിരിപ്പ് ഒഴിവാക്കാനായി SMS വഴി നിങ്ങളുടെ മൊബൈൽ ലഭ്യമാകും. ജപ്പാൻ നിർമ്മിത ട്രൈ ബയോകെമിസ്ട്രി അനലൈസർ, പ്രമുഖ ജപ്പാൻ കമ്പനിയായ ഫിജി ഫിലിമിന്റെ ഫുള്ളി ആട്ടോമേറ്റഡ് അനലൈസർ ഒരു വ്യക്തിയുടെ 28 ടെസ്റ്റുകൾ 20 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. ഹേമറ്റോളജി ആട്ടോമേറ്റഡ് അനലൈസർ, സ്വീഡൻ നിർമ്മിത അത്യന്താധുനിക ബ്ലഡ് സെൽ കൗണ്ടർ, കുട്ടികളുടെ ഒരു തുള്ളി രക്തം കൊണ്ട് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം. ഹോർമോൺ ഫുള്ളി ആട്ടോമേറ്റഡ് അനലൈസർ, ജപ്പാൻ നിർമ്മിത ഫുള്ളി ഹോർമോൺ അനലൈസർ, HbA1c, മൈക്രോ ആൽബുമിൻ യൂറിയ തുടങ്ങിയ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ 30 മിനിറ്റിനുള്ളിൽ നൽകുന്നു. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, രജനി മെഡിക്കൽസിന് സമീപം, കുളത്തൂപ്പുഴ. വാർത്തകൾ തുടരുന്നു. പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസുകൾ നടന്നത്. പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ 55ഓളം സ്കൂളുകളിൽ നിന്നുമെത്തിയ അധ്യാപകർക്കാണ് പ്രത്യേക പരിശീലന ക്ലാസ് നടന്നത്. HS, UP വിഭാഗങ്ങളിലായി നിരവധി അധ്യാപകർ ക്ലാസുകളിൽ പങ്കെടുത്തു. ഹിന്ദി, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയായിരുന്നു പ്രധാനമായും ക്ലാസുകൾ നടന്നത്. പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ചും അധ്യാപക സമീപനത്തെക്കുറിച്ചും ക്ലാസുകളിൽ വിശദീകരിച്ചു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിശീലന ക്ലാസുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചണ്ണപ്പെട്ട വനമേഖലയിൽ KSEB ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ വേലിയില്ല. വന്യജീവികൾക്ക് വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. ചണ്ണപ്പെട്ട മുതൽ ഓന്തുപച്ച വരെയുള്ള പാതയോരത്താണ് KSEBയുടെ ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ വേലി ഇല്ലാത്തത്. വനമേഖലയായ ഇവിടെ വന്യജീവികൾക്ക് KSEBയുടെ ട്രാൻസ്ഫോമറിൽ നിന്നും വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ചണ്ണപ്പെട്ട ഗ്രൗണ്ടിന് സമീപത്തെ ട്രാൻസ്ഫോമറിന് ചുറ്റും വളർത്തുപുല്ല് നട്ടുപിടിപ്പിച്ച നിലയിലാണ്. ഓന്തുപച്ചയിലേക്കുള്ള പാതയോരത്ത് വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോമറുകൾ വന്യജീവികൾക്ക് ഭീഷണി ഉയർത്തുന്നു. അപകട മുന്നറിയിപ്പ് ബോർഡ് പോസ്റ്റിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വന്യജീവികൾ അപകട മുന്നറിയിപ്പ് ബോർഡ് വായിച്ച് തിരികെ പോയിക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ് KSEB അധികൃതർ. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. +1 പ്രവേശന നടപടിക്ക് തുടക്കമായി. സംസ്ഥാനത്ത് ഏകജാലകം വഴിയുള്ള +1 പ്രവേശന നടപടികൾക്ക് തുടക്കമായി. ഈ മാസം 25 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ജൂൺ 10-നാണ് ആദ്യ അലോട്ട്മെൻറ്റ്. 3,61,130 +1 സീറ്റുകളാണുള്ളത്. ഇതിൽ 2,38,944 മെറിറ്റ് സീറ്റുകളും www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത്. കൊല്ലം ജില്ലയിൽ +1 പ്രവേശനത്തിനായി ഫോക്കസ് പോയിന്റ് ആരംഭിച്ചു. +1 പ്രവേശനത്തെക്കുറിച്ചും അനുയോജ്യമായ കോഴ്സുകളെക്കുറിച്ചും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമുള്ള സംശയ നിവാരണത്തിന് ഫോക്കസ് പോയിന്റുകളിലെ അധ്യാപകരെ സമീപിക്കാം. കൊല്ലം ഗവൺമെൻറ് മോഡൽ ബോയ്സ് സ്കൂൾ, കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ സെൻറ്റ് ഗൊരേറ്റി, പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻ HSS എന്നിവയാണ് ജില്ലയിലെ ഫോക്കസ് പോയിന്റുകൾ. ജൂൺ അവസാനത്തോടെ പ്രവേശന നടപടികൾ പൂർത്തിയാകും. ജൂലൈ 1-ന് ക്ലാസ് തുടങ്ങാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. മെയ് 12 അന്താരാഷ്ട്ര നേഴ്സ് ദിനം.
നഴ്സുമാർ സമൂഹത്തിന് ചെയ്യുന്ന വിലയേറിയ സേവനങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. മെയ് 12 ലോക നഴ്സ് ദിനം. നഴ്സുമാർ സമൂഹത്തിന് ചെയ്യുന്ന വിലയേറിയ സേവനങ്ങളെ ഓർമ്മിക്കുവാനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ജന്മദിനം ആയതുകൊണ്ടാണ് മെയ് 12 ലോക നഴ്സ് ദിനമായി ആചരിക്കുന്നത്. 1965 മുതൽ ലോക നഴ്സ് സമിതി ഈ ദിവസം ലോക നഴ്സ് ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിൽ നഴ്സുമാർ ചെയ്യുന്ന സംഭാവനകൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന മാലാഖമാരാണ് നഴ്സുമാർ. എന്നാൽ ഇന്ന് ആധുനിക ലോകത്ത് മനസാക്ഷി നഷ്ടമായോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. കരുണയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായാണ് നമ്മൾ നഴ്സുമാരെ കാണുന്നത്. വിശ്രമമില്ലാത്ത ജോലിഭാരവും മാനസിക പീഡനവും തുച്ഛമായ വേതനവും നഴ്സുമാർക്ക് ഈ മേഖലയിൽ നിന്ന് അകന്നുപോകാൻ കാരണമാണ്. എന്നാലും അന്താരാഷ്ട്ര നഴ്സ് ദിനത്തിൽ നമുക്ക് നഴ്സുമാരെ ആദരിക്കാം. ADV ന്യൂസിനു വേണ്ടി ജോമോൻ ഏരൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുമരകത്തേക്ക് വിനോദയാത്ര നടത്തിയതിനെതിരെ വിമർശനമുന്നയിച്ച BJPക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത്. ADV ന്യൂസ് വാർത്താ പരമ്പര. മാലിന്യത്തിൽ മുങ്ങി മലനാട് വിജയം കാണുന്നു. ചണ്ണപ്പെട്ട വനമേഖലയിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ്. ADV ന്യൂസ് ഇമ്പാക്ട്. ചണ്ണപ്പെട്ട വനമേഖലയിൽ KSEB ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാവേലിയില്ല. വന്യജീവികൾക്ക് വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. അഞ്ചൽ ടൗൺ സുരക്ഷാ പദ്ധതിയുടെ അവലോകന യോഗം ചേർന്നു. പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.